ആരാണ് തലവൻ എന്നുള്ള സംശയം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആസിഫ് ഇതിനു മുന്നേ ചെയ്ത ക്യാരക്ടേഴ്സുമായിട്ട് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും വ്യത്യസ്തമായ ഒരു ലുക്കൊക്കെയാണ്. എല്ലാവർക്കും നമസ്കാരം. വളരെ ഒരു ഷോർട്ട് നോട്ടീസിൽ എല്ലാവരെയും വിളിച്ച് പറഞ്ഞ് എല്ലാവരും ഇവിടെ എത്താൻ കാണിച്ച മനസ്സിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. ഈ സിനിമയിലെ തലവൻ എന്ന നിലയിൽ ഈ ട്രെയിലറും പാട്ടും ടീസറും ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയതുപോലെ ഇതൊരു ജിസ് ജോയ് ചിത്രമല്ല എന്ന് എഴുതി കാണിച്ച് ഈ സിനിമ തുടങ്ങേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. മഴപ്പാടും എന്ന് എഴുതി തുടങ്ങിയ ആളാണ് തീ തലവന എന്നിപ്പോ പാടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജിസ് എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയ ഒരു ചോയ്സ് ആണ്. ഞാൻ ജിസിന്റെ കൂടെ ചെയ്ത് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്ത 2 സിനിമകളായിരുന്നു. 3 സിനിമകളുണ്ട്. അതിലേറ്റവും സ്വീകാര്യത കിട്ടിയത് 2 സിനിമകളാണ്. തീർച്ചയായിട്ടും സൺഡേ ഹോളിഡേയും വിജയ് സൂപ്പറും. അപ്പൊ ആ 2 സിനിമ കഴിഞ്ഞപ്പോൾ മലയാള സിനിമയിലെ ഫീൽ ഗുഡ് സിനിമയുടെ ബ്രാൻഡ് അംബാസിഡർ എന്നുള്ള ഒരു പദവി ജിസ് ജോയ്ക്ക് കിട്ടുകയും അത് കഴിഞ്ഞ സിനിമ ഞങ്ങളുടെ ഇന്നലെ വരെ എന്ന സിനിമയിലൂടെ അത് ബ്രേക്ക് ചെയ്യാൻ അദ്ദേഹം ട്രൈ ചെയ്തു. ഈ സിനിമയിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ഒന്നും സിനിമയെ പറ്റി പറയാനില്ല. ഈ ട്രെയിലറും ടീസറും പാട്ടും ഒക്കെ കണ്ടപ്പോൾ ഏകദേശം ഒരു മൂഡ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാണ് ഈ സിനിമ ഞാൻ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത്. മലയാള സിനിമയുടെ ഒരു സുവർണ കാലഘട്ടത്തിലാണുള്ളത്. രേണു ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് ഈ സിനിമ ഇറങ്ങാൻ ലേറ്റ് ആയത് എന്ന് ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി പറയാം, ഇറങ്ങിയ എല്ലാ സിനിമകളും മലയാള സിനിമകളും എല്ലാം തിയേറ്ററിൽ നിറഞ്ഞു നിന്നതുകൊണ്ടാണ് ഈ സിനിമ ഇറങ്ങാൻ ലേറ്റ് ആയത്. ഇനി ഈ സിനിമയ്ക്ക് കുറച്ചു നാൾ ഓടാനുള്ള സ്ഥലവും സൗകര്യവും ഇവിടെ വേണം. അപ്പൊ അത് കിട്ടുമെന്നും അങ്ങനെ ഒരു വിജയം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ സിനിമയിലെ തലവൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു.